നമസ്കാരം. നമുക്കാദ്യം പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ കണ്ടിട്ട് വരാം. 4 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. ആ രൂപയുടെ തൊട്ടിലെന്ന് മാത്രമല്ല മുഴുവൻ നമ്മുടെ സജി തിരിക്കാട്ടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുത്തു. 4.5 കോടി രൂപ തന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി എത്തി എന്നാണ് പി.സി. ജോർജ് വെളിപ്പെടുത്തുന്നത്. ഇത് ബി.ജെ.പി. നേതാവ് സജി കുരിക്കാടിനെ ഏൽപ്പിച്ചുവെന്നും ബൂത്ത് തലം വരെ വിതരണം ചെയ്തുവെന്നും പി.സി. ജോർജ് പറയുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലനുസരിച്ച് പി.സി. ജോർജിനെതിരെയും ബി.ജെ.പിക്കെതിരെയും വരാൻ പോകുന്നത് വമ്പൻ കേസായിരിക്കും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ആകെ ചെലവഴിക്കാൻ കഴിയുക 40 ലക്ഷം രൂപയാണ്. പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തലനുസരിച്ച് 4.5 കോടി രൂപ തന്റെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി എത്തിയെന്നും അത് വിതരണം ചെയ്തു എന്നുമാണ് പറയുന്നത്. 40 ലക്ഷത്തിൽ അധികമുള്ള ഏത് ചെലവും തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമാണ്. പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തലനുസരിച്ച് നിശ്ചയിച്ചതിനേക്കാൾ അധികം തുക തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായാലും പി.സി. ജോർജിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാലും തെറ്റായി കണക്കുകൾ സമർപ്പിച്ചതിനെതിരായ നടപടികളിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നാണ് നിയമം തന്നെ പറയുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമം 77 വകുപ്പ് ഇങ്ങനെ പറയുന്നു: മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ കൃത്യമായ കണക്ക് സൂക്ഷിക്കുവാനും ചെലവ് പരിധിയിൽ കൂടുന്നില്ലെന്ന് ഉറപ്പാക്കാനും ബാധ്യസ്ഥരാണ്. ഇനി 123 6 വകുപ്പ് കൂടി വായിക്കണം. 77 വകുപ്പിന് വിരുദ്ധമായി ചെലവ് വരുത്തുകയോ അതിന് അനുമതി നൽകുകയോ ചെയ്യുന്നത് അഴിമതി നിറഞ്ഞ നടപടിയായി കണക്കാക്കപ്പെടുന്നു. അതായത് പ്രഥമദൃഷ്ട്യാ പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തലിൽ 123 6 വകുപ്പ് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥാനാർത്ഥി സമർപ്പിച്ച കണക്ക് പിന്നീട് തെറ്റായതോ അപൂർണമായതോ അല്ലെങ്കിൽ യഥാർത്ഥ ചെലവിനേക്കാൾ വളരെ കുറച്ചു കാണിച്ചതോ ആണെന്ന് ബോധ്യപ്പെട്ടാൽ 10A വകുപ്പനുസരിച്ച് കമ്മീഷന് നടപടിയെടുക്കാം. കണക്കിലെ കൃത്രിമത്വത്തിന് 3 വർഷത്തെ അയോഗ്യത കൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും. 2014 അശോക് ചവാൻ വേഴ്സസ് മാധവറാവു കിൻഹാൽക്കർ കേസിൽ സുപ്രീം കോടതി വിധിയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി സമർപ്പിച്ച കണക്ക് തെറ്റായതോ അല്ലെങ്കിൽ കൃത്യമല്ലാത്തതോ ആണെന്ന് പരിശോധിക്കുവാൻ കമ്മീഷന് ഈ വിധി അധികാരം നൽകുന്നു. ഇക്കാര്യത്തിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ കമ്മീഷൻ അന്വേഷണം നടത്തേണ്ടി വരും. കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ പി.സി. ജോർജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമാകും. ഇവിടെ സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു തെളിവായി സ്വീകരിക്കാനും കഴിയും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആരെങ്കിലും ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചാൽ പി.സിയെ കാത്തിരിക്കുന്നത് അയോഗ്യതയാകും എന്ന് ചുരുക്കം. ഇനി രണ്ടാമത്തെ പ്രശ്നം ബി.ജെ.പിയെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. ഈ ഫണ്ടിന്റെ ഉറവിടം സംബന്ധിച്ച ചോദ്യം വളരെ പ്രധാനമായി ഉയർന്നു വരാം. 4.5 കോടി രൂപ ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുക. ഫണ്ട് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, ഏത് തരത്തിൽ കൈമാറി തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കപ്പെടും. ഇത്രയധികം ഫണ്ട് അക്കൗണ്ട് വഴിയല്ല ട്രാൻസ്ഫർ ചെയ്തത് എന്നതിനാൽ അത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കും നയിച്ചേക്കാം. ബി.ജെ.പി. കേരള ഘടകം നിലവിൽ ഫണ്ട് വിവാദത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതിനിടയിലാണ് പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തലും വലിയ പ്രതിസന്ധിയായി മാറുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസിന് ആവശ്യമായ അന്വേഷണം നടത്താനും തെളിവുകൾ ശേഖരിക്കുവാനും കഴിയും എന്നാണ് സൂചന. പി.സി. ജോർജിനും ബി.ജെ.പിക്കുമെതിരായ തെളിവുകൾ ശേഖരിക്കപ്പെട്ടാൽ ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പിയെ അത് ബാധിച്ചേക്കും. പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ ജോർജിനെയും ബി.ജെ.പിയെയും ഒരുപോലെ വെട്ടിലാക്കുന്നു.